ലിസ്ബത്ത് വെല്ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് തിരയാണ്. ഏത് ഫ്രൂട്ട് വെച്ചിട്ടാണെങ്കിലും നമുക്ക് തിരയുണ്ടാക്കാൻ പറ്റും. സാധാരണ നമ്മൾ തയ്യാറാക്കുക ചക്കപ്പഴം വെച്ചിട്ടും മാമ്പഴം വെച്ചിട്ടും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചക്കപ്പഴമൊന്നും അങ്ങനെ കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനിന്ന് തയ്യാറാക്കുന്നത് സ്ട്രോബെറി വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് കുറച്ചധികം സ്ട്രോബെറി കിട്ടി. അപ്പോൾ അത് വെച്ചിട്ടിന്ന് തിര തയ്യാറാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 400 ഗ്രാം സ്ട്രോബെറിയാണ്. അത് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് ഒന്ന് അരിച്ചെടുക്കണം. ഒട്ടും തരിയൊന്നും ഉണ്ടാകുമല്ല, ആ പൾപ്പ് തന്നെ എടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മളിത് അടുപ്പയിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി പറ്റിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഒരു 3-4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, ചെറുതായിട്ടൊരു മധുരിപ്പ് വരണം. കാരണം പുളിയുണ്ടല്ലോ സ്ട്രോബെറിക്ക്, അതുകൊണ്ട് നമ്മൾ അതിന് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 2 സ്പൂൺ നാരങ്ങാനീരും 2 നുള്ള് ഉപ്പും. ഇനി ഫ്ലെയിം ഓണാക്കാം. ഇത് ഇളക്കി തന്നെ ഇതൊന്ന് പറ്റിച്ചെടുക്കണം. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇളക്കി കുറച്ച് വെള്ളമൊക്കെ ഒന്ന് പറ്റി തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനൊരു 4 സ്പൂൺ പഞ്ചസാരയൊക്കെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ആവശ്യം വരത്തില്ല. അപ്പോൾ തന്നെ ഒരു ചെറിയൊരു മധുരിപ്പുണ്ട്, അത് മതി. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളിത് ഇളക്കി നല്ലോണം പറ്റിച്ചെടുക്കണം. നാട്ടിൽ നമ്മൾ തിരയുണ്ടാക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കപ്പഴവും മാമ്പഴമൊക്കെ വെച്ചിട്ടാണ് തിരയെടുക്കുന്നത്. ഇതുപോലെ അതിൻ്റെ പൾപ്പെടുത്ത് നമ്മളൊന്ന് പറ്റിച്ചെടുക്കും. എന്നിട്ട് പായൽ അല്ലെങ്കിൽ മുറം ഉണ്ടെങ്കിൽ മുറത്തിലൊക്കെയാണ് നമ്മളിങ്ങനെ പരത്തും. കനം കുറച്ച് പരത്തി വെയിലത്ത് വെച്ച് ഉണക്കും. ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ അരി വറുത്ത് പൊടിച്ചത് അതിൻ്റെ മുകളിലൊന്ന് കുറച്ച് തേച്ച് കൊടുക്കും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇതുപോലെ ചക്കപ്പഴം കിട്ടുമ്പോൾ അതിങ്ങനെ അതിൻ്റെ പൾപ്പെടുത്ത് വീണ്ടും അതിൻ്റെ മുകളിൽ തേച്ച് കൊടുത്ത് വീണ്ടും വെയിലത്ത് വെച്ച് ഉണക്കും. ആ ലെയർ ഉണങ്ങിക്കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ മുകളിൽ നമ്മൾ അരി വറുത്ത് പൊടിച്ച പൊടി ഒന്ന് തേച്ച് കൊടുക്കും. വീണ്ടും അതിൻ്റെ മുകളിൽ നമ്മളിതുപോലെ പൾപ്പ് മുകളിൽ തേച്ച് കൊടുക്കും. ഇങ്ങനെ ഉണക്കിയാണ് നമ്മൾ ഒരു 1/2 ഇഞ്ച് കനം വരെ ആവുന്നിടം വരെ നമ്മളിങ്ങനെ തേച്ച് കൊടുക്കും. അങ്ങനെയാണ് നാട്ടിൽ തിരയുണ്ടാക്കാറ്. ഇപ്പോൾ ഇവിടെ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല, ഒരു ലെയർ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഇത് വെള്ളമൊക്കെ പറ്റി ഇങ്ങനെ കുറുകി വരുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഒന്നാവണം. ഞാൻ സ്ട്രോബെറി വെച്ചിട്ട് ശരിക്കും ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞിട്ട് നല്ലതാണോ എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം കുറുകി വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു പാത്രം സെറ്റ് ചെയ്ത് വെക്കണം. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ടൊരു ഇതായാലും മതി. അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അത് ഇച്ചിരി എണ്ണ തൂത്തിട്ട് അതിലേക്ക് ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ സെറ്റാക്കി ഇതെല്ലാം വെച്ചിരിക്കുക കേട്ടോ. സ്റ്റീൽ പ്ലേറ്റിൽ എണ്ണ തൂത്തിട്ട് വെച്ചാലും ഇത് വിട്ടു വരും. ഏതിൽ നിന്നാണെങ്കിലും വിട്ടു വരും ഉണങ്ങിക്കഴിയുമ്പോൾ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഫ്ലെയിം ഓഫ് ചെയ്താൽ ഉടനെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്തോരം കനം വേണോ അതനുസരിച്ചിട്ട് അതൊന്ന് പരത്തി കൊടുക്കും. ഒത്തിരി കനമാകുമ്പോൾ ഉണങ്ങാൻ പാടായിരിക്കും. അതുകൊണ്ട് ഇച്ചിരി കനം കുറച്ച് തന്നെ ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയതിന് ശേഷം നമ്മളിത് വെയിൽ സൗകര്യം ഉണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കാം. ഒരു 2-3 ദിവസമൊക്കെ ചിലപ്പോൾ ഉണങ്ങേണ്ടി വരും. ഞാനിത് വെയിലത്ത് വെച്ചല്ല ഉണങ്ങുന്നത്. ഞാൻ കുക്കിംഗ് റേഞ്ചിനകത്ത് ബേക്ക് ചെയ്യുന്ന ഇതിൽ അതിൻ്റെ തീ കത്തിച്ചിട്ടൊന്ന് ചൂടാക്കും. ഓവനൊന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതെടുത്ത് വെച്ചിട്ട് അങ്ങനെ ആ ചൂട് കൊണ്ട് അങ്ങ് ഉണങ്ങുമല്ലോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതുപോലെ ഫ്ലെയിം ഓണാക്കി കൊടുക്കും. ഓഫ് ചെയ്തതിന് ശേഷമേ ഇത് വയ്ക്കത്തുള്ളൂ. അങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ ചെയ്ത് 2-3 ദിവസം ആകുമ്പോഴത്തേക്കും ഉണങ്ങിക്കിട്ടും. ഇപ്പോൾ തിര ഉണക്കാൻ വെച്ചിട്ട് 3 ദിവസം കഴിഞ്ഞു കണ്ടോ. ഇപ്പം നല്ലതുപോലെ ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതെങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം, നമ്മളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്ത്. ഞാനിത് ആദ്യം ഒന്ന് റോൾ ചെയ്തിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത്
എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് 2 അറ്റവും ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാനിത് ഒരേപോലെ ഒരു 4 വീണ്ടും കട്ട് ചെയ്യുകയാണ്. ബട്ടർ പേപ്പർ അതിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിയോണമൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ പീസാക്കുവാണെങ്കിൽ നമുക്ക് ആ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാൻ എളുപ്പമുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെറിയ പീസാക്കുന്നത്. അങ്ങനെ ഇപ്പം ഞാൻ 4 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ബട്ടർ പേപ്പർ ഒന്ന് എടുത്ത് കളയാം. ഇപ്പോൾ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാനായിട്ട് നല്ല എളുപ്പമുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്യുകയാണ്. ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. ബാക്കിയുള്ളത് ഞാനിങ്ങനെ റോൾ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ 4 ഞാൻ ബട്ടർ പേപ്പറിൽ നിന്ന് വിടിയിക്കുകയാണ്. അതിന് ഇപ്പം നല്ല എളുപ്പമാട്ടോ, പെട്ടെന്ന് ഇതങ്ങ് വിട്ട് കെട്ടിക്കോളും. ഇത് ഞാൻ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ 3 ഞാനിങ്ങനെ റോളാക്കി ഓരോ പീസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തു. ഇപ്പം ഞാൻ കുറച്ച് കഴിച്ച് നോക്കി കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. ഇതുപോലെയൊക്കെ നമ്മൾ ഒത്തിരി ഫ്രൂട്ട്സൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ കുറേ കാലം കേടുകൂടാതെ ഇരിക്കും. അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മളധികം പഞ്ചസാരയൊന്നും ഇടണ്ടെന്നുള്ളതേ ഉള്ളൂ. ആർക്കായാലും അധികം പഞ്ചസാര ഇതിൽ ചേർക്കരുത്. പിന്നെ ഞാൻ കഴിച്ചിട്ടുള്ള തരം എന്ന് പറഞ്ഞാൽ മാമ്പഴവും ചക്കപ്പഴവും ഒക്കെ ഇതിനു മുന്നേ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തരം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കപ്പഴമാണ്. അപ്പോൾ ചക്കപ്പഴത്തിൻ്റെ തരം നല്ല ടേസ്റ്റ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്കിങ്ങനെ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് വിളയിച്ചെടുക്കാനൊക്കെ ഒത്തിരി നല്ലതാണ്. ഇപ്പം ചക്കപ്പഴമൊക്കെ നമുക്ക് ഇതുപോലെ തിരയുണ്ടാക്കാണ്ട് അരിഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഉണക്കണം. അങ്ങനെ ഉണക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എനിക്ക് കുറേ സ്ട്രോബെറി കിട്ടി, അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ സ്ട്രോബെറി വെച്ചിട്ട് ചെയ്തത് കേട്ടോ. ഇപ്പോൾ ഏത് ഫ്രൂട്ട് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.